കൈ മുറിഞ്ഞു. എൻ്റെ പൊന്നു നല്ല വെയിറ്റ് തമ്മയിൽ എടുക്കാൻ വേണ്ടി എൻ്റെ പ്രശ്നം. ഓഹോയ് കണ്ടില്ലേ വണ്ടി പിന്നെ കണ്ടില്ലേ പവറിൽ പോവുകയും ചെയ്യും. വെൽക്കം ബാക്ക് ടു സ്ലെക്സ്, വെൽക്കം ടു ആർസി വ്ലോഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ, ഒരു വലിയൊരു അടിപൊളി ഒരു ഐറ്റം സാധനം എത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് കാണാം, പൊട്ടിച്ച് കാണാം. ബാഹരണം വേറെ സർവീസിന് വന്നിട്ടുണ്ട്. അതായത് ഫുൾ റീസ്റ്റോറിങ് വണ്ടിയാണ് വന്നേക്കുന്നത്. അത് കുറേ നാളായി വണ്ടി ഓടിക്കാണ്ടൊക്കെ വച്ചേക്കുന്നത്. ഒരു 4 വർഷം 5 ഇയറൊക്കെ ആയിരുന്നു തോന്നുന്നു വണ്ടി ഉപയോഗിച്ചിട്ടില്ല. വണ്ടി ഫുൾ സ്റ്റെക്കും കാര്യങ്ങളൊക്കെയാണ്, അനങ്ങൂല. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാണ്ട്. പിന്നെ നമ്മുടെ ഇമാക്സ് ഇവിടെ പുത്തൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇമാക്സ് നമ്മൾ സെയിലായി. വണ്ടിയുടെ റിമോട്ട് കാര്യങ്ങൾ ബാറ്ററി ഒക്കെ നമ്മൾ ഇട്ട് വെച്ച് വണ്ടി കൊടുക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. വണ്ടി നമുക്കൊന്ന് ഓടിച്ച് കാണാം. ആദ്യം തന്നെ ബാറ്ററിയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. കുറേ നാളെ ഇമാക്സ് ഒക്കെ ഓടിച്ചിട്ട് ഇമാക്സിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് വണ്ടി ഓടിക്കാം. ജസ്റ്റ് ചെക്കിങ്ങിന് വേണ്ടി കസ്റ്റമർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് തരാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് ഓർത്താണ്. നമ്മൾ 90Cയുടെ ബാറ്ററിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. 3 years 2 ബാറ്ററി 6S വണ്ടിയാണിത്. ഇതിന് ബ്രഷ്ലെസ് എഡീഷനാണ്. അതാണ് ടെലിമെട്രി സപ്പോർട്ടറാണ്. 2 ഷോക്ക്, വീലി ബാർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി കിണ്ണൻകാട്ട് ക്യൂട്ട് വണ്ടിയാണ് കേട്ടോ. നല്ല സൂപ്പർ വണ്ടിയാണ്. ഇതാണ് ഇതിൻ്റെ ബോഡി. നല്ല നീറ്റ് ആൻഡ് ഫ്രഷ് വണ്ടിയാണ്. വണ്ടി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, വണ്ടി ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, ബോഡി ഞാൻ ക്ലിപ്പൊന്നും ഇടല്ല, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഓടിക്കണമുണ്ട്. റിമോട്ട് ഇപ്പോൾ പോയി. വണ്ടി വീലി ബാറൊക്കെ ചേർത്താ നമ്മുടെ ബോഡി താഴേക്ക് വീണു. നല്ല രസമുണ്ട് കേട്ടോ. ബോഡി ഇല്ലാണ്ടൊക്കെ വണ്ടി ഓടിക്കാൻ നല്ല ഭംഗിയാണ്. നല്ല ഒരു ക്യൂട്ട് വണ്ടിയാണ്. ഇമാക്സ് എന്ന് പറയുന്ന ക്യൂട്ട് വണ്ടിയാണ്. നല്ലോണം ഭയങ്കര പവറിൽ പോവുകയും ചെയ്യും. നമ്മൾ ഇതിൻ്റെ മേളിൽ ക്യാരിയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഒരേണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വണ്ടി വീലൊക്കെ അടിക്കും. ബോഡി പോയി. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ സെറ്റപ്പും കാര്യങ്ങളും. നമുക്കൊന്ന് വീലടിച്ച് നോക്കാം. ഞാൻ വീലി കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ വണ്ടി പിന്നെ കണ്ടില്ലേ? നല്ല അടിപൊളി പെർഫോമൻസുള്ള വണ്ടിയാണ് കേട്ടോ. വണ്ടി ഇങ്ങനെ മേലോട്ടൊക്കെ കയറും. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് ഞാൻ കാണിച്ചു തരാം. ഇതിനൊരു ഇമ്പാക്റ്റിങ് പ്രത്യേകത ഉണ്ട്. അതായത് വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ട് ഇടിച്ച് കഴിഞ്ഞാൽ ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു ഇമ്പാക്റ്റ് കൊടുത്തേക്കുന്നതാണ്. അതായത് ബാക്കിലും ഉണ്ട്. ബാക്കിൽ വലിയ ഇതില്ല, ചെറുതായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ കുറച്ച് ബാക്കിൽ അധികം നമ്മൾ സ്പീഡിൽ എടുക്കണമല്ലോ. പിന്നെ 2 ഷോക്ക് കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ടെലിമെട്രി ഉണ്ട്. അതായത് വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇമാക്സ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബ്ലൂ കളർ. ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് വീഡിയോ തന്നെ ഇമാക്സ് വെച്ചിട്ടുള്ളൊരു വ്ളോഗാണ് ഞാൻ ചെയ്തത് കേട്ടോ. അതായത് ആ വീഡിയോ കണ്ടാൽ ഞങ്ങൾ ചിരിച്ച് ചാവും. എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് നോക്ക്. നമ്മൾ ആദ്യമായിട്ട് വീഡിയോയുടെ മുമ്പിലും ക്യാമറയുടെ മുമ്പിലൊക്കെ വരുന്നതിൻ്റെ ഒരു നാണവും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ പരിചയക്കുറവിൻ്റെ ഉണ്ട്, കണ്ടോക്ക്. എന്തായാലും നിങ്ങൾക്ക് ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ വണ്ടിയുടെ എത്ര ഉള്ളൂ. നല്ലൊരു അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് കേട്ടോ. നമ്മുടെ വണ്ടി കൊടുത്തു. ഇത് വേറെ വണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് കോയമ്പത്തൂരുള്ള ആൾ എടുത്തിട്ടുണ്ട് കേട്ടോ വണ്ടി. അടിപൊളി വണ്ടി സെറ്റ്. അപ്പം നമുക്കിനി അതൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം. ഓക്കെ, 2-3 ദിവസമായി അത് വന്നിട്ട്. നമുക്കത് ഇതുമായിട്ട് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് കാണാം നമുക്ക് എന്തായാലും. ഇത് വണ്ടി ഓഫ് ചെയ്തിട്ടാ. അപ്പോൾ നമുക്ക് ഇവനെ കൊണ്ടുപോയി പുറത്ത് വെക്കാം, എന്നിട്ട് പൊട്ടിക്കാം. പൊങ്ങുന്നില്ല.
എൻ്റെ പൊന്നോ പെട്ടി അങ്ങനെ പൊട്ടിക്കാൻ പോണ്. കത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എവിടെ ഇതിൻ്റെ ഇത് മൊത്തം കെട്ടി വെച്ചേക്കാലോ. ഇവിടെ ഇല്ലാന്ന് വേണ്ട, ആ സൈഡിലാണ് എന്ന് വെച്ചാൽ ഇത് പെട്ടി ഉണ്ടാക്കിയേക്കണതാണ്. അതായത് ഇത് കയറാത്താറുണ്ട് ഈ പെട്ടി ഉണ്ടാക്കിയേക്കണതാണ് കേട്ടോ. കൈ മുറിഞ്ഞു, കൈ മുറിഞ്ഞു. ഓ സീൻ, നഖത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ കൈ മുറിഞ്ഞു. എൻ്റെ പൊന്നോ, ഫസ്റ്റ് എൻ്റെ ചോരയുണ്ടാ, ഒരു രക്ഷയില്ല, കത്തി പാളി കയറി. അപ്പോൾ നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം പെട്ടി ഒട്ടിക്കാൻ നേരത്ത്. ഒന്നാമത്തെ ഇത് കറക്റ്റ് പെട്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെ പൊട്ടിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഓ നഖം കീറിപ്പോയി ഗൈസ്, അതാ പറ്റിയത്. നഖത്തേക്ക് നഖം കീറിപ്പോയി. ഓ അങ്ങനെ തുറന്നു. വണ്ടി ഇതാണ്ടാ, നോക്കിക്കോ. ഇത് എനിക്ക് ഒരു റിമോട്ടാന്ന് തോന്നുന്നുണ്ട്. ആ റിമോട്ടൊക്കെ ഉണ്ടോ അതിനകത്ത്, റിമോട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാഹയുടെ ബാക്കിലെ ഇത് ഓക്കെ. ഇത് നമ്മുടെ ബാഹയാണ്. ബാഹയുടെ ഒരു പഴയ ഓൾഡ് വെർഷനാണ് കേട്ടോ. അപ്പോൾ ഒരു പഴയ മോഡൽ ബാഹയാണ്. ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കവറാണ് ഓക്കെ. പിന്നെ അത് ഇതാണ് ടയർ കേട്ടോ. ബാഹയുടെ പഴയ മോഡലിൻ്റെ ടയറാണ്. ടയറൊക്കെ ഏകദേശം ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു ടയർ കൂടി കാണണം, അടിയിലുണ്ട്. ഫുൾ വെൽ പാക്കഡ് ആയിട്ടാണ് അയച്ചേക്കുന്നത് കേട്ടോ. ആൾ 2-3 ദിവസമായി വന്നിട്ട് നമ്മൾ ഇതുവരെയായിട്ടും പൊട്ടിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ പൊട്ടിക്കുമ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. ഓ മാൻ, ഓ ഇത് പൊങ്ങളില്ല. ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി ഒരു പഴയ മോഡൽ വിൻറ്റേജ് മോഡൽ വണ്ടിയാണ്ടത്. ഇത് ആദ്യം ഇറങ്ങിയൊരു മോഡലാണ്. ഇതിൻ്റെ ഒരു 4 വീൽ ഡ്രൈവ് മോഡലൊക്കെ ഉണ്ടായിരുന്നു. 4 വീൽ ഡ്രൈവ് ബാഹ ആദ്യം ഇറങ്ങിയ മോഡലാണിട്ടത്. ഇത് ബാഹയുടെ അല്ല, നമ്മുടെ റോവൻ്റെ HP-യുടെ ഒന്നും അല്ല. ഇതിൻ്റെ കാർബറേറ്ററൊക്കെ പോയിട്ടുണ്ട്, കുറേ പണിയുണ്ട്. 36cc എൻജിനാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ പാർട്സ് ഇപ്പോൾ കുറച്ച് അപ്പോൾ 36 എൻജിനാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് റീബിൽഡ് ചെയ്തെടുക്കണം, നോക്കാം നമുക്ക് എന്താ സംഭവം എന്നൊക്കെ ഉള്ളത്. ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ടൈപ്പ് വണ്ടിയേ അല്ല. ഇത് നല്ലൊരു വ്യത്യാസമുണ്ട്, ഞാൻ വ്യത്യാസം കാണിച്ചു തരാം ഓക്കെ. നമ്മുടെ ഇതാണ്ട വിൻറ്റേജ് വണ്ടി ഇതാണ്. ഇതിന് ടയറും കാര്യങ്ങളൊക്കെ ആ ലോയി പോലെയൊക്കെയാണ് വന്നേക്കണത്. പിന്നെ ഇതിൻ്റെ ഗിയർ സിസ്റ്റം, ഈ ക്ലച്ച് സിസ്റ്റമൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് പഴയ മോഡലാണ്, ആദ്യം ഇറങ്ങിയ മോഡലുകളിൽ ഒരു വണ്ടിയാണ് കേട്ടത്. പിന്നെ ഈ വണ്ടി ഇതാണ് ബാഹ HP-യുടെ ഓക്കെ. ബാഹ 5A. ഇതിൻ്റെ സൈലൻസറൊക്കെ ഇങ്ങനെയാണ് വന്നേക്കണത്. ഇത് മോഡിഫൈ ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ഗിയർ വന്നേക്കണുണ്ട്, ഇവിടെയാണ് ഗിയർ വന്നേക്കണത്. ഇപ്പോൾ ഇതിൻ്റെ ഗിയർ ഇങ്ങനെയാണ് മാറ്റുന്നത്. ഇതൊക്കെ മേടിക്കാൻ കിട്ടാൻ പണിയാണ്. ഇത് നമ്മുടെ ബാഹയാണ്. അപ്പോൾ കണ്ട, ഈ ബാഹയുടെ ഞാൻ വീലിട്ടിട്ടില്ല, വണ്ടി പണിയിലാണ്. ഇതേ ഈ ബാഹയുടെ ഗിയറും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് വച്ചേക്കണത് കേട്ടോ. ഇതാണ് ഗിയർ ഓക്കെ. അപ്പോൾ അങ്ങനെ 3 വണ്ടിയും നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ പാർട്സൊക്കെ കിട്ടുമെന്ന് നോക്കാം, നോക്കിയിട്ടാണ് ഇത് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വിൻറ്റേജ് മോഡലായതുകൊണ്ട് കുറച്ച് പാടാണ് പാർട്സൊക്കെ കിട്ടാൻ. പക്ഷേ വണ്ടി നല്ല പെർഫോമൻസൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ വണ്ടിയും പണിയാനുള്ളതാണ്. നമ്മുടെ ബാഹയുടെ റീസ്റ്റോറിങ് വർക്ക് ഏകദേശം കഴിഞ്ഞു. ഏകദേശം നല്ല ഫുൾ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സെറ്റാക്കി വെച്ചേക്കണേണ്. ഇനി വണ്ടി ഒന്ന് ഓടിച്ച് പൊളിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് കിടിലം വീഡിയോസായിട്ട് ഇനിയും വരാം. ഇതിൻ്റെയൊക്കെ വർക്കൊക്കെ പെൻഡിങ് ആണ്. നമ്മൾ ഓരോന്ന് വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് സമയം എടുത്താണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അതായത് ടൈം വളരെ കുറവാണ്.
എനിക്ക് ഷോപ്പാണ് ഉള്ളത്. അപ്പോൾ ഷോപ്പിൽ പോയി പിന്നെ വന്ന് രാത്രി നൈറ്റൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ രാവിലെയൊക്കെ എണീച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് കിടിലം വീഡിയോസ് ആയിട്ട് ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും വരും. ഓക്കെ, നമ്മൾ എക്സ് മാക്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് മാക്സിൻ്റെ ഒരു യൂസർ റിവ്യൂ ചെയ്യാം. അതുകൊണ്ട് തന്നെ പല വണ്ടികളുടെ യൂസർ റിവ്യൂ എന്ന് പറഞ്ഞ നമുക്കൊരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പല വീഡിയോസും ചെയ്യാം കേട്ടോ. വേറെ വീഡിയോസും ചെയ്യാം. ഓക്കെ, ബൈ ബൈ, സി യു അഗൈൻ.